നമസ്കാരം. പതിരും കതിരും. കണ്ണൂരെ മുഴക്കുന്ന് മലയെ ഹിമവാനോട് ഉപമിച്ചാൽ എങ്ങനെയിരിക്കും? ആമയിഴഞ്ചാൻ തൊടിനെ അറബിക്കടലിനോട് ഉപമിച്ചാൽ എന്താകും സ്ഥിതി? മണ്ണാത്തിപ്പുള്ളിനെ മയിലിനോട് ഉപമിച്ചാൽ എങ്ങനെയിരിക്കും? പിണറായി വിജയനെ മഹാത്മാഗാന്ധിയോട് ഉപമിച്ചാൽ എങ്ങനെ സഹിക്കും? ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന ഭാവന പോലെ മജ്ജയിൽ അലിഞ്ഞ വെടിയുണ്ട ഒട്ടും ചന്തമുള്ള ഒരു ഉപമയല്ല. ഉണ്ണാക്കൻ വിപ്ലവങ്ങളും പരിപ്പുവടയുടെ പ്രത്യയശാസ്ത്രവും പറഞ്ഞു നടക്കുന്നവർക്ക് പറ്റിയതല്ല ഉപമയും ഉൽപ്രേക്ഷയും ഒന്നും. എന്തും നമുക്ക് സഹിക്കാം. ഇതിഹാസമെന്നോ ഇരട്ടച്ചങ്കനെന്നോ പിണറായി വിജയനെ വിളിച്ചുകൊള്ളൂ. പക്ഷേ പിണറായി വിജയനെ നിങ്ങൾ മഹാത്മാഗാന്ധിയുമായി താരതമ്യം ചെയ്യരുത്. അത് മഹാപാതകമായി പോകും. മഹാത്മജിയുടെ ആത്മാവിലേക്ക് വീണ്ടും നിങ്ങൾ വെടിയുണ്ട ഉതിർക്കരുത്. പിണറായി വിജയനെക്കുറിച്ച് ഡോക്യുമെൻ്ററി എടുക്കുന്നതിൽ എന്താണ് തെറ്റ്? മഹാത്മാഗാന്ധിയെപ്പറ്റി ഡോക്യുമെൻ്ററി ഇല്ലേ എന്നാണ് ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. നല്ല ഭരണാധികാരിയായ വിജയനിൽ ആവേശം കൊണ്ട ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഡോക്യുമെൻ്ററി ആക്കുന്നതിൽ എന്താ കുഴപ്പമെന്നാണ് ചോദ്യം. നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ പി. ജയരാജൻ്റെ പ്രവർത്തനങ്ങളിൽ ആവേശം പൂണ്ട ഏതാനും ചില ചെമ്പടകൾ അദ്ദേഹത്തെ ചെഞ്ചോര പൂങ്കതിരാക്കി ഫ്ലെക്സ് വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? അത് കുഴപ്പമാണ്. അരമണിക്കൂർ ഡോക്യുമെൻ്ററിയിലൊക്കെ ഒതുങ്ങുമോ ചിറ്റപ്പ ഇതിഹാസത്തിൻ്റെ ജീവിതം? കമിഴ്ന്നു വീണത് മുതൽ വളർന്നതും ഒടുവിൽ കപ്പിത്താനും കാരണഭൂതനുമായതും മുതൽ മുട്ടുകാല് കോച്ചി ഒരിടത്തിരിക്കുന്നത് വരെയുള്ള വിജയൻ്റെ സമ്പൂർണമായ ജീവിതമാണ് നാളത്തെ തലമുറയ്ക്ക് വേണ്ടത്. അരമണിക്കൂർ ഡോക്യുമെൻ്ററിയിൽ ഒതുക്കി ആ ജീവിതത്തെ നിസ്സാരവൽക്കരിച്ചാൽ അത് കടുകിൽ കടൽ നിറയ്ക്കും പോലെയുള്ള ഒരു സാഹസമല്ലേ? ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ ആഗോളതലത്തിൽ റിലീസ് ചെയ്യാൻ പറ്റിയ സിനിമയാകണം. ആ പണി പൃഥ്വിരാജിനെ അങ്ങ് ഏൽപ്പിച്ചാൽ ഗംഭീരമായിരിക്കും. എമ്പൂരാന് വേണ്ടി പെരുമ്പാവൂരിലെ പ്ലൈവുഡ് ഫാക്ടറിയിൽ ഉണ്ടാക്കിയ ഹെലികോപ്റ്ററുകൾ ആ ഗോഡൗണിൽ തന്നെ കിടപ്പുണ്ട്. അത് കൊണ്ടുവന്ന് ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ അങ്ങ് നടത്തണം. പത്തനംതിട്ടയിലെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം കാപ്പ കേസിലെ പ്രതികളെ വെള്ളപൂശാൻ മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടില്ലേ എന്ന് ചോദിക്കുകയുണ്ടായി. ഒരു ടെലിവിഷൻ ചർച്ചയിൽ എസ്.എഫ്.ഐയുടെ നേതാവായിരുന്ന ആർഷോയെ ഒരാൾ ഗുണ്ട എന്ന് വിളിച്ചപ്പോൾ ഡോക്ടർ ചിന്താ ജെറോം പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത്, ആർഷോയെപ്പോലെ ഒരാളെ ഗുണ്ട എന്ന് വിളിക്കുന്നു? മഹാത്മാഗാന്ധിയുടെ പേരിൽ എത്ര കേസുണ്ടായിട്ടുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ട്? ഇങ്ങനെയായിരുന്നു. 40 കേസിൽ പ്രതിയായ ഒരുത്തിനെ ഗുണ്ട എന്നല്ലാതെ ഉണ്ടംപൊരി എന്നാണോ പിന്നെ വിളിക്കേണ്ടത്? ഇപ്പോഴിതാ പിണറായി വിജയനെയും ഗാന്ധിജിയോട് ഉപമിച്ചിരിക്കുന്നു. കടൽ ജലം കുറുക്കി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരനെ വെല്ലുവിളിച്ച മഹാത്മജി എവിടെ? കരിമണൽ കർത്തയുടെ കോടികൾ കുടുംബസമേതം കൈപ്പറ്റിയ പിണറായി എവിടെ? മഹാത്മാഗാന്ധിയുടെ മക്കളാരെങ്കിലും മാസപ്പടി വാങ്ങിയതായും നമുക്കറിയില്ല. ഒരു നല്ല ഭരണാധികാരിയാണത്രേ പിണറായി വിജയൻ. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം പിണറായിക്ക് വേണ്ടി ചെയ്യേണ്ടതായ എല്ലാ ദൗത്യങ്ങളും പാദസേവകളും നിർവഹിക്കുന്നുണ്ട് ഇ.പി. സത്യത്തിൽ ഈ ചിറ്റപ്പനെയാണ് മഹാത്മാഗാന്ധിയോട് ഉപമിക്കേണ്ടത്. രണ്ടുപേർക്കും വെടിയേറ്റു. കുറ്റമേറ്റു പറഞ്ഞ രവി DC-ക്ക് മാപ്പ് കൊടുക്കാനുള്ള മഹാമനസ്കതയും ജയരാജൻ കാണിച്ചു. അവരുമായുള്ള എല്ലാ തർക്കവും തീർന്നു. അടുത്ത മാസം മറ്റൊരു പ്രസാധകനിലൂടെ ചിറ്റപ്പൻ്റെ ആത്മകഥ പുറത്തിറങ്ങുകയാണ്. പരിപ്പുവടയും കട്ടൻ ചായയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതമെന്നായിരുന്നു ഏതാനും ഭാഗം ചോർന്നുപോയ ആദ്യത്തെ ആത്മകഥയുടെ പേര്. പുതിയ ആത്മകഥയ്ക്ക് പിണറായി ഇട്ട പേരായിരുന്നു നല്ലത്. പാപിക്കൊപ്പം ചേർന്ന ശിവനും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജാഗ്രത കുറവും. ആഹാ, എന്തു നല്ല പേര്! ഈ ചർവിത ചർവണ ജയരാജന്മാരൊക്കെ ഇപ്പോൾ പുത്തളമെഴുത്താണ്. പൊതുപ്രവർത്തനത്തിലൂടെ എന്ത് സന്ദേശവും ജനകീയതയുമാണ് ഇവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയമെന്നാൽ ഗുണ്ടായിസവും കൂലിത്തല്ലും പ്രതികാരവും അധികാരമോഹവുമായിരുന്നു ഇവർക്കെല്ലാം. പിന്നെ പിണറായിക്ക് വേണ്ടിയുള്ള കുഴലൂത്തും. ശ്രീമതി ടീച്ചർ കൂടി എത്രയും വേഗം ഒരു പുസ്തകം എഴുതണം. ശൈലജ ടീച്ചർ ഒരു ജീവചരിത്രം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരു സഖാവെന്ന നിലയിൽ എൻ്റെ ജീവിതമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ശ്രീമതിയുടെ പുസ്തകത്തിന് തീവ്രതയുടെ അളവുകോലും കിടുങ്ങിപ്പോയ രാത്രികളും എന്നായിരിക്കണം. എത്ര മനോഹരമായിരിക്കും ആ പേര്. പുസ്തകം ബുക്കർ പ്രൈസ് വരെ നേടാനും സാധ്യതയുണ്ട്. പഴയ കഥകളും VIP സന്ദർശനവുമൊക്കെ മനസ്സ് തുറന്ന് ശ്രീമതി ടീച്ചർ എഴുതി വെച്ചാൽ അതോടെ തീർന്നു പല കമ്മ്യൂണിസ്റ്റുകാരുടെയും ജീവിതം. നന്ദി.